തൃക്കാക്കരയിൽ കർഷക ദിനാചരണങ്ങൾക്ക് തുടക്കമായി. ഇന്ന് തൃക്കാക്കര നഗരസഭ അങ്കണത്തിൽ ഓലമടയിൽ ഈർക്കിലി കീറൽ, തേങ്ങ ചിരണ്ടൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങളാണ് നടന്നത്. നിരവധി ആളുകളാണ് ഇതിൽ പങ്കെടുത്തത്. എടുത്തു പറയേണ്ടത് തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ, അതുപോലെ തൃക്കാക്കര മുനിസിപ്പൽ എഞ്ചിനീയർ, അതുകൂടാതെ 80 വയസ്സിന് മുകളിൽ പ്രായമായ ഒരു അമ്മച്ചി ഉൾപ്പെടെയാണ് ഇതിൽ പങ്കെടുത്തത്. നമ്മുടെ ചിങ്ങം 1 എല്ലാ വർഷവും കർഷക ദിനം ആചരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കൊണ്ട് നമ്മുടെ പഞ്ഞക്കർക്കടകം മാറി നാളെ ചിങ്ങം 1 പൊന്നിൻ ചിങ്ങമാസം തുടങ്ങുകയാണ്. വളരെ വലിയ ആഘോഷമായി നമ്മൾ നാളെ കൊണ്ടാടുകയാണ്. അതിന് മുന്നോടിയായി നമ്മുടെ പഴയകാല സംസ്കാരത്തെയും ഓർമ്മകളെയും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി തൃക്കാക്കര നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വികസന സമിതിയുടെയും തൃക്കാക്കര നഗരസഭയുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ വിവിധ മത്സര പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. കരപ്പൻ്റെ മണ്ണിൽ ഓണം വന്നു കഴിഞ്ഞു. ചിങ്ങം 1 മുതൽ നമ്മൾ ഓണാഘോഷം തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൃഷിഭവൻ്റെ ചിങ്ങം 1 കർഷക ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നിവിടെ മത്സരങ്ങൾ വെച്ചിരിക്കുകയാണ്. ഓലമടയൽ, ചൂലുകീറൽ, തേങ്ങ ചിരകൽ എന്നിങ്ങനെയുള്ള വിവിധ തരം മത്സരങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ എല്ലാ ആളുകളും ഇതിൽ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ കാർഷിക വിളകളും കാർഷിക സമൃദ്ധിയും ഇനിയും നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളും ഇതിൽ പങ്കാളിയായിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിനും പഴയ കാലങ്ങളിലേക്ക് നമ്മുടെ ആളുകളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഈ പഴമയെല്ലാം വീണ്ടും ഇവിടെ കൊണ്ടുവന്നതാണ്. ഓലമടയിലിൽ 1ാം സ്ഥാനത്തെത്തിയത് സീന സുനിലാണ്. 2ാം സ്ഥാനം ഉമാദേവി. 3ാം സ്ഥാനത്തെത്തിയത് ഗീത. ചൂലുകീറൽ ഇതിൽ 1ാം സ്ഥാനത്തെത്തിയത് ഫിലോമിനയാണ്. 2ാം സ്ഥാനം നബീസ. 3ാം സ്ഥാനം തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ളയ്ക്ക്. തേങ്ങ ചുരണ്ടൽ മത്സരം നടന്നു. ഇതിൽ 1ാം സ്ഥാനം മിനി രഞ്ജിത്തിനാണ്. 2ാം സമ്മാനം ലഭിച്ചത് തൃക്കാക്കര നഗരസഭാ കൗൺസിലറായ സുമ മോഹനാണ്. 3ാം സ്ഥാനം ടെസി റെനീഷിന് ലഭിച്ചു. ക്വിസ് മത്സരം നടന്നു. ഇതിൽ 1ാം സ്ഥാനം കാർഡിനൽ സ്കൂളിന് ലഭിച്ചു. 2ാം സ്ഥാനം തെങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂളിനാണ് ലഭിച്ചത്. 3ാം സമ്മാനം മാർത്തോമ പബ്ലിക് സ്കൂളിന് ലഭിച്ചു.
വാർഡിൽ നിന്ന് തൃക്കാക്കര നഗരസഭയുടെ 19-ാം ഡിവിഷൻ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഭവാനി കുഞ്ഞാത്തൻ എന്ന് പറയുന്ന 80 വയസ്സുള്ള ഒരമ്മ ഇന്നിവിടെ ഈ മത്സരത്തിൽ ഓലമടയിൽ മത്സരത്തിൽ വന്ന് പങ്കെടുത്തു. നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ ആ പഴയ രീതിയിലും അവരുടെ ജോലിയിലും മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ളൊരിതുകൊണ്ട് അവർ ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തു. ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളത് പിന്നീടാണ്. മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മാനസികമായ സന്തോഷം കൂടിയാണ്. ഓലമടയിലും നമ്മൾ ചൂലികീറിലും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇന്ന് അതൊക്കെ മാറി ആളുകളൊക്കെ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് പോയി. അതുപോലെ തന്നെ ഓല വീടുകളൊന്നും നമ്മുടെ നാട്ടിൽ ഇന്ന് കാണാനില്ലാത്തൊരവസ്ഥയിലാണ്. എന്നാലും ഇന്നും ആളുകൾ ആ പഴയ രീതിയിലോട്ട് അവരുടെ മനസ്സിനെങ്കിലും ഒരു നിമിഷത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സന്തോഷപ്രദമായൊരു കാര്യം തന്നെയാണ്. കർഷക ദിനമായ നാളെ കാക്കനാട് ഓണം പാർക്കിൽ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് തൃക്കാക്കര കൃഷിഭവൻ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.